ഇതേപോലെ കർപ്പൂരമാണ് എടുക്കുന്നത്. അത് 1 or 2 നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കർപ്പൂരത്തിൻ്റെ അളവ് കൂട്ടാം. ഇതിപ്പം 2 കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് പൗഡറും കൂടെ ടാൽക്കം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചൂലുണ്ടല്ലോ, നമ്മൾ തൂക്കുന്ന ചൂലിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനും, പ്രത്യേകിച്ച് മഴ സമയത്ത് നമുക്കൊന്നും കഴുകിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ചൂല്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊന്ന് ഇതേപോലെ ചെയ്തിട്ട് ഇതിനകത്തൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏത് ചൂലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ തൂക്കുന്ന ഏത് ചൂലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിലന്തിയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിലന്തിയൊക്കെ അടിക്കാം, ഈ ചൂല് വെച്ചിട്ട് തന്നെ. കാരണം കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കരമാണ്, പ്രത്യേകിച്ച് പൗഡറും കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ചൂലിനകത്ത് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക, അതിനകത്തോട്ട് എല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും കഴുകി വൃത്തിയാക്കാൻ നോക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതേപോലെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂല് നല്ല ഫ്രഷായിട്ട് ക്ലീനായിട്ട് തന്നെ അടക്കും. അതേപോലെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചിലന്തിയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ഒരു മണം, ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ചിലന്തി വല കെട്ടത്തില്ല കേട്ടോ. അപ്പോൾ ചിലന്തികളെയൊന്നും ഇല്ലാതിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലായിടത്തും അടിച്ചു തൂക്കാം. അതേപോലെ തറ തൂക്കാം. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്മെല്ല് കർപ്പൂരത്തിൻ്റെ മണവും അതേപോലെ പൗഡറും കൂടെ ആകുമ്പോഴത്തേനും നമ്മളിത് വെച്ച് തൂക്കുമ്പം തുടച്ചണക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് ഉറുമ്പ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചത്തുപോകും ഈ ഒരു സ്മെല്ലടിച്ചിട്ട്. അപ്പോൾ ഇത് വെച്ച് തൂക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക.